കഴിഞ്ഞ 2 സിനിമകളേക്കാളും ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ച് ഭയങ്കര വ്യത്യസ്തമാണ്. ചില ഡയലോഗുകൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചാർജൊക്കെ പോയിട്ട് അവിടെ ഇന്ന സ്കോർ ചെയ്യണം, അങ്ങനത്തെ ഒരു ടൈപ്പ് മേക്കിംഗ് ആണ്. പണ്ട് വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു കല്യാണം ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഒരു 3 ക്യാമറ കംപ്ലീറ്റ് ഷോട്ടുകൾ വരും. അപ്പോൾ എല്ലാ ഷോട്ടും പ്ലേ ചെയ്ത് കാണും. അപ്പോൾ അതങ്ങനെ അത് ശീലിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ എല്ലാ ഷോട്ടും പ്ലേ ചെയ്ത് കണ്ട്. ഈ പ്രേമം സിനിമ അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ എന്ന ഡയറക്ടർ, ആക്ടർ, എഡിറ്റർ, ഇതെല്ലാം എത്രത്തോളമാണ് അരുൺ വൈഗ് എന്ന സംവിധായകനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതപ്പെടുത്തിയേക്കണ ഒരു സിനിമയാണ് പ്രേമം. കാര്യം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാലോചിച്ച് വെച്ചേക്കുന്ന ഒരു സിനിമയാണ്. ഒരു സിനിമ പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുടെ വിഷമം ഞാൻ കണ്ടേക്കണുണ്ട്. ഒരു അസോസിയേറ്റ് അസിസ്റ്റന്റ് ഒന്നും ആവാതെ 3 സിനിമ ചെയ്തത് ഞാൻ എവിടെ എത്തിയെന്ന് എനിക്കൊരു സാധനമുണ്ട്. നമ്മളിപ്പോൾ ഒരിടത്തും എത്തിയിട്ടില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ ഒക്കെ ദൈവം തന്നൊരു ബോണസാണ് 3 സിനിമയെങ്കിലും ചെയ്യാൻ പറ്റിയത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പകുതിക്ക് പഠിത്തം നിർത്തിയിട്ട് ബിടെക് ആയിരുന്നു. അല്ലല്ല, അപ്പൊ പുള്ളി ഞാൻ തന്നെയല്ല പുള്ളി ആസിഫേട്ടന്റെ വെഡിങ് ഷൂട്ട് ചെയ്താണ് ടേണിംഗ് പോയിന്റ്. ആസിഫേട്ടന് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹൈലൈറ്റ് വീഡിയോ. പുള്ളി അത് റിസപ്ഷന് പ്രസന്റ് ചെയ്തത് എൻ്റെ ലൈഫിന്റെ പുതിയ ട്രെയിലർ റിലീസാവുകയാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെയും കുഴപ്പമാണത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടും. നമ്മുടെ തീരുമാനം നമ്മൾ ഏറ്റവും നന്നായിട്ട് അതിനെ ആഗ്രഹിക്കുക, ആ സ്വപ്നത്തിന് വേണ്ടി മാക്സിമം സ്ട്രഗിൾ ചെയ്യുക, അല്ലെങ്കിൽ എഫർട്ട് എടുക്കുക. ഒരു ദിവസം നമുക്ക് മസ്റ്റായിട്ട് റിസൾട്ട് ഉണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ സിനിമ പറയുന്നത്. സിനിമാ പ്രാന്തൽ നിന്ന് കൂടെ ഉള്ളത് സംവിധായകൻ അരുൺ വൈഗയാണ്. വെൽക്കം ടു സിനിമാ പ്രാന്തൽ ചേട്ടാ. ഇപ്പം 3ാമത്തെ സിനിമ റിലീസാവാൻ പോവുകയാണ്. ഇടയ്ക്ക് ഒന്ന് റിലീസ് മാറ്റി വെച്ചു, ഇപ്പം വീണ്ടും അടുത്ത ദിവസം തന്നെ തിയേറ്ററിൽ വരികയാണ്. സോ ഈ ബാക്കി 2 സിനിമകളിൽ നിന്നും എത്രത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും UK എന്ന സിനിമ? എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് പടം ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അത് ഒരു ലവ് സ്റ്റോറിയായിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ്. അതുപോലെയല്ല ഗുണ്ടജയൻ കുറച്ച് റോയായിരുന്നു. ഒരു വെഡ്ഡിങ് വീഡിയോഗ്രാഫർ ഒരു വീട്ടിൽ വന്നിട്ട് കല്യാണം എങ്ങനെ അയാളെങ്ങനെ ആയിരിക്കും ക്യാപ്ചർ ചെയ്യണത്, അതുമാതിരിയായിരുന്നു. പിന്നെ ഫുൾ ഹ്യൂമറാണ്, ഒരുപാട് കട്ട്സ് ഒന്നും വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ ഒന്നുമുള്ള ലൈവായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ 2 സിനിമയേക്കാളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 സിനിമകളേക്കാളും ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ച് ഭയങ്കര വ്യത്യസ്തമാണ്. കാര്യം ഇതിൽ കുറച്ച് ബിൽഡപ്പുകൾ ആവശ്യമുള്ള സ്ഥലം. ഇപ്പോൾ ചില ഡയലോഗുകൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചാർജൊക്കെ പോയിട്ട് അവിടെ ഇന്ന സ്കോർ ചെയ്യണം, അങ്ങനത്തെ ഒരു ടൈപ്പ് മേക്കിംഗ് ആണ്. പിന്നെ ഇത് കുറച്ച് എന്താ പറയുക, കുറച്ചൊരു മോട്ടിവേഷനും ഒരു ഫീൽ ഗുഡും എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ജോണറിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചേ ചെയ്തതല്ല. പക്ഷേ ആക്ച്വലി ഇതിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റിലേക്ക് വന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡിറക്ഷനും അതിൻ്റെ കൂടെ എഡിറ്റിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോർമലി എഡിറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് എങ്കിൽ പോലും യൂഷ്വലി ഇങ്ങനെ പറയുമല്ലോ, ഒരു ഡയറക്ടർ സിനിമയുടെ ഫസ്റ്റ് കട്ടിനൊന്നും കൂടെ ഇരിക്കേണ്ട, അപ്പോൾ കട്ട്സിൽ വരുന്ന എഡിറ്ററിന് അതിൻ്റെ ഫ്രീഡം കൊടുക്കണം എന്നൊക്കെ. സോ ഒരു ഡയറക്ടർ ഒരു എഡിറ്റർ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കണ്ട് അത് കട്ട് ചെയ്തപ്പം എങ്ങനെയായിരുന്നു? നമ്മളൊരു സിനിമ ആദ്യം ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊരു എഡിറ്ററെ പോലെ ഇപ്പം ഞാൻ അങ്ങനെ സ്പോട്ട് എഡിറ്റിന് കണ്ടൊരു സീൻ അങ്ങനെ കൺഫേം ചെയ്യുന്ന രീതിയൊന്നുമല്ല. സ്പോട്ട് എഡിറ്റ് അങ്ങനെ നോക്കത്തൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഫോക്കസ് ഔട്ട് അങ്ങനെ എന്തെങ്കിലും ചില പെർഫോമൻസിനൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സ്പോട്ട് അങ്ങനെ നോക്കിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പോട്ട് എഡിറ്റ് സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ മനസ്സിൽ തന്നെ ഇങ്ങനെ. പിന്നെ ഷോർട്ട് ഡിവിഷനും ഉണ്ടായില്ല, പേപ്പറിൽ എഴുതി ക്ലോസ് വൈഡ് അങ്ങനെ ഒക്കെ കുറവായിരുന്നു. നമ്മൾ മൈൻഡിലാണ് ഷൂട്ട് ചെയ്തത്. ഒരു ഷോർട്ട് ഡിവിഷൻ ഇല്ലാണ്ടാണ് ഷോർട്ട് ഡിവിഷനിലാണ് പടം ഷൂട്ട് ചെയ്തത്. നമുക്കൊരു ഐഡിയ ഉണ്ടാവും, നമുക്കൊരു ഐഡിയ ഇവിടെ ഇങ്ങനെ വൈഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ക്ലോസ് പോകുന്നത്, അതിങ്ങനെ എഴുതി 2 ക്ലോസ് അവിടുന്ന് സജഷൻ, അങ്ങനെ പരിപാടികൾ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കരമില്ല. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് രാത്രി ഞാൻ തന്നെ ഇരുന്നൊന്ന് എഡിറ്റ് ചെയ്യും. ആ സമയത്ത് ഞാനൊരു ഡയറക്ടർ കട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ട് നമുക്ക് നാളെ നമ്മൾ ഷൂട്ട് വെച്ചേക്കണം അങ്ങനെ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഫുട്ടേജ് വന്ന് ഫസ്റ്റ് കട്ടിനിരിക്കുമ്പോൾ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇതിൻ്റെ ഓരോ ഇത് കഴിഞ്ഞ്. ആ സമയത്ത് പിന്നെ ഷോട്ട് അങ്ങനെ മാർക്ക് ചെയ്യണ പരിപാടിയൊന്നുമില്ല. എല്ലാ ഷോട്ടും പ്ലേ ചെയ്ത് കണ്ടിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സീനിൽ 4 ഷോട്ട് എന്നുള്ള സാധനങ്ങളുണ്ടാവും. നമ്മൾ വേണ്ടാന്ന് വെച്ച ഷോട്ടിൽ ചിലപ്പോൾ ഒരു റിയാക്ഷൻസ് എടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ഈ എഡിറ്റർ ആയതുകൊണ്ട് പണ്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു കല്യാണം ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഒരു 3 ക്യാമറ കംപ്ലീറ്റ് ഷോട്ടുകൾ വരും. അപ്പോൾ എല്ലാ ഷോട്ടും പ്ലേ ചെയ്ത് കാണും. അപ്പോൾ അത് ശീലിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ എല്ലാ ഷോട്ടും പ്ലേ ചെയ്ത് കണ്ട് അത് അല്ലാതെ. അപ്പോൾ ആ സമയത്ത് ഒരു ഫസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും അതൊക്കെ ഡയറക്ടർ മോഡിൽ തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വേറൊരു എല്ല് തമ്മിൻ്റെ ലെങ്ത്തൊക്കെ 2:40 തോന്നുന്നു ആദ്യത്തെ ലെങ്ത്ത്.
അപ്പോൾ അവിടെ മുതൽ പിന്നെ നമ്മളൊരു എഡിറ്റർ ആവുക. നമ്മുടെ ഡയറക്ടർ എന്നുള്ള മൈൻഡ് മാറ്റി വെച്ചിട്ട് നമുക്ക് ചില സ്ഥലത്തൊക്കെ വിഷമമൊക്കെ തോന്നും, ചില സീൻസ് ഒക്കെ മാറ്റും. പക്ഷെ അത് മാറ്റുന്ന സമയത്തൊരു വിഷമം തോന്നും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇത് മാറ്റിയത് നന്നായെന്ന് പറയും. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ ഒപ്പീനിയനൊക്കെ നമുക്ക് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇപ്പം പുത്രൻ അൽഫോൺസ് ചേട്ടൻ ചെന്നൈയിൽ വെച്ചിട്ട് ഞങ്ങൾ 2 ദിവസം പുള്ളിയുടെ കൂടെ ചുമ്മാ വന്നിരുന്നു. എനിക്കൊരാഗ്രഹം കൊണ്ട് ഉണ്ടായിരുന്നു പുള്ളിയുടെ ഒരു സ്റ്റൈലൊക്കെ എന്താ പുള്ളി എഡിറ്റൊന്നും ചെയ്തു തന്നില്ല, പക്ഷെ പുള്ളി കുറേ കറക്ഷൻസും അല്ലെങ്കിൽ പുള്ളി ഏത് രീതിയിലാണ് പുള്ളി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാനൊരു സാധനം ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊരു ഡയറക്ടർമാരുടെ എഡിറ്ററായിട്ട് അങ്ങ് ചിന്തിക്കും. നമ്മുടെ കുഞ്ഞാണെങ്കിലും തല ഇറക്കണമെങ്കിൽ ഇറക്കണം എന്നുള്ള സാധനമുണ്ട്. അപ്പം അങ്ങനെ വേറെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് എഡിറ്റിങ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ 2 മണിക്കൂർ 10 മിനിറ്റോ 8 മിനിറ്റോ മാക്സിമം അത്രേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വന്നത് ഒരു എഡിറ്ററായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ്. ഏകദേശം എത്ര ടൈം എടുത്തായിരുന്നു എഡിറ്റ് ചെയ്ത് തീരാൻ, ഒരു ഫസ്റ്റ് കട്ടിൽ നിന്ന് ഫൈനൽ കട്ട് വരെ എത്താൻ? കുറേ പടം ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായി. ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യും, രാജേഷ് മുരുകേഷാണ് മ്യൂസിക്. രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു, രാജേഷ് ഭായി പറഞ്ഞു ഇങ്ങനെ പ്രേമത്തിൻ്റെ സമയത്ത് ഇവർ ഒരു മുറിയിൽ എഡിറ്റ്, ഒരു മുറിയിൽ മ്യൂസിക്, ഒരു മുറിയിൽ സൗണ്ട് ഡിസൈൻ, അങ്ങനെയാണ് അവർ ചെയ്യണൊരു പ്രോസസ് ഉണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നമ്മൾ സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് മ്യൂസിക് ചെയ്ത് രാജേഷ് തന്നിട്ട് ആ മ്യൂസിക്കിനനുസരിച്ച് പിന്നെ മാറ്റിയിട്ട് അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ എല്ലാ സിനിമകളും അങ്ങനെ ചെയ്യണം നടപടിയാണ് കാര്യമല്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ഡിലേ പരിപാടികളുണ്ട്. ഇവിടെ എനിക്കൊരു ഐഡിയ കിട്ടാനൊരു സമയം എടുക്കും. ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അവിടെ കൊടുത്തതിന് രാജേഷ് ഒരു ഐഡിയ കിട്ടാൻ ആ ഡിലേ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഫൈനലി അതൊക്കെ സിനിമയ്ക്ക് നന്നായിരുന്നു തോന്നിയേക്കണം. പിന്നെ ഈ പറഞ്ഞ ചില സീൻസുകളൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഒഴുക്കൊക്കെ പോയിട്ടുണ്ടോ ഇല്ല, നമുക്ക് ആ ജഡ്ജ്മെൻറ്റ് ഇപ്പം ഇല്ല. അത് കുറേയൊക്കെ സൗണ്ട് ഡിസൈനിൽ അതിനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അൽഫോൺസ് പുത്രനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് മുതൽ പ്രേമത്തിൻ്റെ ഒരു കുറച്ച് റെഫറൻസുകൾ ചേർത്തുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു വീഡിയോ ആണെങ്കിലും ഇപ്പോൾ രാജേഷ് മുരുകേഷൻ മ്യൂസിക്, രാജേഷ് വർമ്മ, അങ്ങനെ ആ ഒരു ടീമും അതുപോലെ അൽഫോൺസ് ചേട്ടൻ ഈ സിനിമയുടെ ഭാഗമാവണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടുള്ള ഒരു പോസ്റ്റും ഷൂട്ടിന് വന്ന ദിവസത്തെ റീലും പിന്നെ ഇപ്പം എഡിറ്റ് അൽഫോൺസ് ചേട്ടനെ കാണിച്ചു എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രേമം സിനിമ അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ എന്ന ഡയറക്ടർ, ആക്ടർ, എഡിറ്റർ, ഇതെല്ലാം എത്രത്തോളമാണ് അരുൺ വൈഗ് എന്ന സംവിധായകനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് പ്രേമം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ പ്രേമം തോന്നിയ സിനിമയായിരുന്നു പ്രേമം. അതെ, എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതപ്പെടുത്തിയേക്കണ ഒരു സിനിമയാണ് പ്രേമം. കാര്യം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാലോചിച്ച് വെച്ചേക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് സിനിമകൾ നമുക്ക് ചിലപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റും. അതിൻ്റെ മേക്കിംഗ് അതൊരു മാജിക്കാണ്. ഇപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയും എടാ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, അത് അങ്ങനെ ഉണ്ടായി വന്നു പറയും. കാര്യം അതങ്ങനെ വെറുതെ ഉണ്ടാവത്തില്ല. ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ, നല്ല സുഹൃത്തുക്കളായിട്ട് അതിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാജിക്ക് പ്രേമത്തിലുണ്ടായി. പ്രേമം എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഭയങ്കര കാമുകനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രേമം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പിന്നെ ആ പടത്തിൽ കാണിച്ചേക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആക്ച്വലി ജോർജ് ആവും ആ പടത്തിൽ. സൈക്കിളിൽ മീശ വലിച്ചിട്ട് കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് മീശ വലിച്ചെന്ന് നോക്കിയിട്ട് മേരിയുടെ പുറകെ പോകണ ഒരു ജോർജ്. അത് കഴിഞ്ഞ് അടുത്ത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പ്രേമത്തിൻ്റെ അപ്പുറത്ത് ഒരു മാസ് പരിപാടിയൊക്കെ പിടിക്കാൻ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് വേറെ ഒരു ഇടിയൊക്കെ ഉണ്ടാക്കി നടക്കണം. ആ സമയത്ത് നമുക്കൊരു പ്രേമം, അത് വേറൊരു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു ലൈഫിൽ നിൽക്കുന്ന ഒരു പ്രേമം. അപ്പോൾ അത് എന്നെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഭയങ്കര കണക്ട് ചെയ്ത സിനിമ അതൊന്ന്. പിന്നെ എൻ്റെ മേക്കിംഗ് സ്റ്റൈല്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ കണ്ടേക്കണ 3 സിനിമകൾ. ഒന്ന് വിണ്ണയത്താൻ്റെ ഉരൈ, ഒന്ന് തൂവാനത്തുമ്പികൾ, ഒന്ന് പ്രേമം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് മൂവീസ്. അപ്പോൾ അതിൽ ഈ പ്രേമം ഇടയ്ക്കിടയ്ക്ക് പിന്നെ കാണുന്നത് കാര്യം ഇപ്പോൾ അവരുമൊക്കെ ആയിട്ട് നല്ല സുഹൃത്തുക്കളായി. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ടീമിലൊന്ന് കയറണം, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ ഞാൻ ആദ്യം സിജുബായിനെയാണ് പരിചയപ്പെട്ടത്. സിജുബായി ഗുണ്ടചേനലുണ്ട്, അങ്ങനെ ശബരീഷായി. സിജുബായി വഴി വിഷ്ണു ഗോവിന്ദായി. വിഷ്ണു ആക്ച്വലി സുഹൃത്ത് മാത്രമല്ല, എനിക്കൊരു ബ്രദറിനെ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റും. വിഷ്ണു ഗോവിന്ദ് സൗണ്ട് ഡിസൈനർ, ഗുണ്ടജൻ വിഷ്ണു ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് എൻ്റെ എല്ലാ കഥകളും വിഷ്ണുവായിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ വേറൊരു പടമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ടീമിലേക്ക് വന്നപ്പോൾ ഇവരുടെ കഥകൾ ഇങ്ങനെ പറയും. ഞങ്ങൾ ഇടയ്ക്ക് രാത്രി ഇങ്ങനെ കൂടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പ്രേമത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇതിൻ്റെ ഒരു മെയിൻ ആളുണ്ടല്ലോ അപ്പുറത്ത്, പുത്രൻ, പുള്ളി ഇങ്ങനെ പിടുത്തം തരാതിരിക്കുകയാണ്. അപ്പോൾ ഇവരുമായിട്ടും ഈ ഗോൾഡൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി കുറച്ചൊന്ന് ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിരന്തരമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അൽഫോൺസ് ചേട്ടൻ, ചേട്ടാ ഇന്നൊരു പരിപാടി ഇടയ്ക്ക് ഗുണ്ടജയം കാണുമെന്ന് പറഞ്ഞു, പുള്ളി ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ദിവസം ഞാൻ പുത്രൻ്റെ വെഡ്ഡിങ് ഷൂട്ട് ചെയ്തതാണ്. എന്നുവെച്ചാൽ പുത്രൻ്റെ വൈഫിൻ്റെ
സൈഡിൽ നിന്നായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്ത്. ഞാൻ അന്ന് രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് അവരെ അന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്നാണ് അൽഫോൺസ് പുത്രൻ ഞാൻ ചെയ്തൊരു വർക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ തലവലിക്കിട്ട് അങ്ങോട്ട് പോയി കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം അലീനെ അൽഫോൺസിൻ്റെ വൈഫിനെയും കണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഒരു പരിപാടി ഇട്ടുണ്ട്. എന്നിട്ട് ആൾ റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാനെന്നാൽ ഈ ക്യാരക്ടർ വേറെ ആൾക്ക് വയ്ക്കാം. നമ്മളത് എഴുതിയപ്പോൾ തന്നെ അതിലൊരു കുറച്ചൊരു ക്ലീഷയൊക്കെ ആയിട്ടുള്ള പോലത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. പക്ഷേ അത് അൽഫോൺസായിട്ട് ചെയ്യുമ്പോൾ അതിന് ഫ്രഷ്നെസ് ഉണ്ടാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറും പറഞ്ഞാൽ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, മാറ്റണം എന്ന് പറഞ്ഞാൽ എന്തോ അത്ഭുതം പോലെ പുള്ളി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, അവരോട് എന്താണ് സംഭവം. അങ്ങനെയാണ് സംസാരിച്ചു. പക്ഷേ അപ്പോൾ അതുവരെ പുള്ളിയുടെ അടുത്ത് വരെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പുള്ളിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അൽഫോൺസ് പുത്രൻ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഒന്നുമല്ല, ആ പുള്ളി അടിപൊളിയാണ്. കാര്യം വെച്ചാൽ പുള്ളീനോട് ഒരു 2-3 ദിവസം എനിക്ക് ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഷൂട്ടിന് ലൊക്കേഷൻ വന്നപ്പോൾ മുതൽ പുള്ളി നമ്മളൊരു സുഹൃത്തും അനിയനെയൊക്കെ പോലെ നമ്മൾ സംസാരിക്കണം. ഷൂട്ട് കഴിഞ്ഞ സമയത്തോടെ നമുക്ക് രണ്ടൊക്കെ മാറി കസരിട്ടാ പറമ്പിൽ പോയിരുന്നാലോ എന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന് കുറേ സംസാരിച്ച്. അപ്പോൾ പുള്ളിയും കുറച്ചൊന്നൊരു ഇങ്ങനെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പുള്ളിക്കൊരു കംബാക്ക് എന്നുള്ള പരിപാടി കിട്ടിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഓരോ പ്രോസസ്സ് കഴിയുമ്പോൾ ഞാൻ ചെന്നൈയിൽ രാഷ്ട്രീയടുത്ത് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റമായിട്ട് പോയി, എഡിറ്റിംഗ് സിസ്റ്റമായിട്ട് പോയിട്ട് അൽഫോൺസ് ചേട്ടൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് കണ്ട് ഞങ്ങളവിടെ വൈകിട്ടൊരു ചായക്കടയിലൊക്കെ ചെന്നൈയിലൊക്കെ നടന്ന് ചെറിയ പാസ്സൊക്കെ പുള്ളി കഴിച്ച് പഴയ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചത്. കാര്യം അത്രയും നല്ല മേക്കർ ഇന്ത്യ മുഴുവൻ സംസാരിച്ച സിനിമയാണ് ഇത്രയും. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ആ ഒരു സുഹൃത്തുക്കളുടെ ബന്ധമോ പ്രേമം എന്നുള്ള ടൈറ്റിലും ആ സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ മാർക്കറ്റിംഗ് സ്ഥലത്ത് ട്രൈ ചെയ്തു എന്നല്ലാണ്ട് അതിനപ്പുറത്തോട്ട് ഒരു ഇതില്ല. അതുപോലെ തന്നെ നായികയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റർ കണ്ടിട്ട് ആളുടെ കണ്ണ് നിറയുന്നത്. അതിൽ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ആ പോസ്റ്റിലിട്ടിരിക്കുന്ന ക്യാപ്ഷനായിരുന്നു. ഇപ്പം സിനിമ ആഗ്രഹിച്ച് ഇപ്പം മഴയും വെയിലും ഒക്കെ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരുപാട് പേരുടെ ലൈഫ് ആ ഒരു ക്യാപ്ഷനിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സ് കൂടുതലും ഡയറക്ടേഴ്സിൻ്റെ സൈഡാണ് നോക്കാറുള്ളത്. പക്ഷേ ഇതിൽ ചേട്ടൻ നോക്കിയിട്ടുള്ളത് ആക്ടേഴ്സിൻ്റെ സൈഡാണ്. ഒരു ആക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ശ്രമിക്കുന്നവരുടെ ഒരു സൈഡാണ്. സോ ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഇപ്പം, അത് മാത്രമല്ല ന്യൂ കമേഴ്സിന് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു ഡയറക്ടർ കൂടെയാണ്. ഇതിലെ നായിക സാരംഗി ഫസ്റ്റ് ടൈമാണ് സിനിമയിലേക്ക് വരുന്നത്, നായികയായിട്ട് തന്നെ കയറുന്നു. വരുന്ന സിനിമകളിലൊക്കെയും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുത്തില്ലെങ്കിൽ പണിയാവും. അപ്പം അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ശരിക്കും ചേട്ടൻ? അത് ഞാൻ ഇപ്പോൾ ഡയറക്ടർന്നോ ആക്ടർന്നോ ഒന്നുമല്ല ഞാൻ അവിടെ കണ്ടേക്കണത്, ശ്രമം എന്നുള്ള സാധനമാണ്. ഞാൻ നമ്മളെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറായിരുന്നു, അല്ലെ വീഡിയോഗ്രാഫർ, എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു 4 മിനിറ്റ് 5 മിനിറ്റ് ഹൈലൈറ്റ് വീഡിയോ ഉണ്ടാക്കലാണ് നമ്മളെ സംബന്ധിച്ച സിനിമ ആ സമയത്ത്. അപ്പോൾ ഓരോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചില സെലിബ്രിറ്റീസൊക്കെ വരും. അപ്പോൾ നമ്മൾ അവരുടെ കുറേ ഷോട്ട്സുകൾ കൂടുതലെടുക്കും. എന്തിനാണെന്ന് പറയുക, അവർ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പണ്ട് പോലെ സിനിമ ആഗ്രഹമുണ്ട്, ഇവരോടൊക്കെ ഒന്ന് മിണ്ടണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എനിക്കറിയാം നമ്മൾ വെഡ്ഡിങ് ചെയ്യുന്ന ആൾ എവിടെയാണ് നിൽക്കുന്നത്, സിനിമയിലേക്ക് വരുമ്പോഴുള്ള എത്രമാത്രം അത് തമ്മിൽ എന്തുമാത്രം ഒരു ദൂരം ഉണ്ടെന്നറിയാം. അവിടെ മുതൽ ഞാൻ ഓരോ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറയാൻ നേരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ശ്രമം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിങ്ങനെ പറഞ്ഞ് കാത്തു നിന്ന് 4 ദിവസം 5 ദിവസം പോയി ഹോട്ടൽ റൂമെടുത്തൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പടത്തിലേക്ക് വന്ന പുതുമുഖങ്ങളുടെ അവസ്ഥ. അവർ ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറിൻ്റെ എസ് കിട്ടാൻ വേണ്ടി കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചില ഓഡിഷൻസൊക്കെ ഉണ്ടല്ലോ, റോട്ടിൽ നിന്നിട്ട് ഇത്ര പിള്ളേരാണ് ഈ വന്ന എല്ലാവരുടെയും മനസ്സിൽ എന്താവണം നമുക്കറിയാം. കാരണം എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് പുതുമുഖങ്ങൾ. ഞാൻ എല്ലാവർക്കും വോയിസ് നോട്ടായിട്ട് റിപ്ലൈ കൊടുക്കും മാക്സിമം. ഇപ്പോൾ ഒരു 100 മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ 90 ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അവർക്ക് ആ വോയിസ് നോട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നമുക്ക് ഒരു സിനിമയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 5 6 ആയിരിക്കും. നമുക്ക് 100 പേർക്ക് റോൾ കൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ അപ്പോൾ അതിൽ നമ്മൾ സോർട്ട് ചെയ്ത് എന്നാലും നമ്മൾ മാക്സിമം അവരെ എത്തിക്കാൻ ഉള്ളൊരു പരിപാടി നോക്കുക. അത് വേറെ കൊണ്ടല്ല, ഞാൻ ഇപ്പം നമ്മൾ 3 സിനിമ ആയിട്ടുള്ളൂ, പക്ഷേ ഒരു സിനിമ പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുടെ വിഷമം ഞാൻ കണ്ടേക്കണമുണ്ട്. ഒരു അസോസിയേറ്റ് അസിസ്റ്റൻ്റ് ഒന്നും ആവാതെ 3 സിനിമ ചെയ്തത് ഞാൻ എവിടെ എത്തിയെന്ന് എനിക്കൊരു സാധനമുണ്ട്. നമ്മളിപ്പോൾ ഒരിടത്തും എത്തിയിട്ടില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ഒക്കെ ദൈവം തന്നൊരു ബോണസാണ് 3 സിനിമയെങ്കിലും ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ, ഇപ്പോൾ ഇതിലൊക്കെ ഒരു ഡയലോഗൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്, അവരും ഭയങ്കര എനർജി, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവർക്കറിയാം അവർക്ക് ഏത് സ്പേസിലാണ് അവർ നിന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുള്ള ആൾക്കാരാണ്. ഞാനതുകൊണ്ട് ആ ശ്രമത്തിനെ തന്നെ കണ്ട. ഇപ്പോൾ സാരംഗിയായി ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചോ സാരംഗിക്ക്, ഇതിലെല്ലാ ആർട്ടിസ്റ്റും ഞാൻ ഈ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ ഇടാറില്ല, ചെമ്പരത്തിപ്പൂവിന് മാത്രമേ ഇട്ടുള്ളൂ, അതോടെ മതിയായി, ഒന്നും ഉണ്ടായിട്ടില്ല.
600 പിള്ളേർ വന്നാൽ അതിൽ നിന്ന് സോറ്റ് നമുക്ക് ഇവരുടെ വിഷമം സങ്കടമൊക്കെ നമുക്ക് ആകെ ഒരു എല്ലാവരും വിളിച്ചു ചോദിക്കും. അപ്പം ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട പോലത്തെ ആൾക്കാരെ മുഖമുള്ളവരൊക്കെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കി ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ റീൽസ്, ടിക്ടോക്ക്, ഇപ്പോൾ ഗുണ്ട ചാനലിൽ എല്ലാവരും ടിക്ടോക്കിൽ നിന്ന് നോക്കിയത്. ഞാൻ അവരൊക്കെ പേര് ഇപ്പോൾ ഇട്ടേക്കണത് ടിക്ടോക്ക് ആക്ട്രസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ട പോലെ തന്നെ ഞാൻ തന്നെ എഴുതുമ്പോൾ നമുക്ക് ചില കഥാപാത്രങ്ങൾ ഇന്ന രൂപം ഇതൊക്കെ വരും. അതുപോലത്തെ ആൾക്കാരെ നമ്മൾ നോക്കിയിരുന്ന് കണ്ടുപിടിച്ച് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ വന്നിട്ട് അവരിൽ നിന്ന് ഓഡിഷൻ ചെയ്തിട്ട് അങ്ങനെ ഈ പടത്തിൽ എല്ലാ പടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും കാസ്റ്റിംഗ് കോൾ ഇടാൻ ചാൻസ് കുറവാണ്. അങ്ങനെയാണ് സാരിങ്ങയ്ക്ക് മെസ്സേജ് അയച്ചത്. പക്ഷേ സാരിങ്ങ ഒരു കൂട്ടുകാരിയുടെ ക്യാരക്ടറാണ് ചെയ്യാൻ വന്നത്. പക്ഷേ പുള്ളിക്കാരി പെർഫോം ചെയ്തപ്പോൾ ഞങ്ങളുടെ ടീമിന് തോന്നിയത് കുറച്ചും കൂടി ക്യാരക്ടർ കൊടുക്കുക. അപ്പോൾ ഫീമെയിലിൽ കൂടുതൽ ലീഡുള്ള ഒരു ക്യാരക്ടർ പരിപാടി ഹീറോയിൻ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ചെയ്തപ്പോൾ. ഈ പറഞ്ഞാൽ ഇപ്പോൾ ഇനി ഇവരിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ചാടി വേണ്ടത് അവരുടെ ആവേശം എത്രത്തോളം ഇനി അങ്ങോട്ട് നിലനിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് എനിക്കിഷ്ടമാണ്. പുതിയ പിള്ളേർ വന്നിട്ട് നമ്മളെയും കൂടി എനർജിയൊക്കെ പിന്നെ നമ്മൾ കുറച്ച് പൊക്കുകയൊക്കെ ചെയ്യും. അത് തന്നെയാണ് ആ ശ്രമത്തിനെയാണ് കണ്ടത്, അല്ലാണ്ട് ആക്ടർ ഡയറക്ടറിൻ്റെ ഇത് കണ്ടിട്ടില്ല. അതല്ല ഇപ്പോൾ ഈ സംവിധായകനാവുന്നതിൻ്റെ തുടക്കത്തിലൊരു ശ്രമങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ശരിക്കും എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിങ് ഈ പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പകുതിക്ക് പഠിത്തം നിർത്തിയിട്ട് ബിടെക് ആയിരുന്നോ? അല്ലല്ല, അപ്പോൾ പുള്ളി ഞാൻ തന്നെയാണല്ലോ പുള്ളി. അല്ല, എൻ്റെ ഉള്ളിലെ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അപ്പുറത്ത്. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് നോക്കി അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഒന്നും ആവാൻ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ക്രിക്കറ്റ് കളിയായിരുന്നു ഇഷ്ടം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് 2 ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക. രണ്ടും വർക്കൗട്ടാണ് പരിപാടിയാണ്. അതിൽ പുള്ളിക്ക് കുറച്ചും കൂടി താല്പര്യം സിനിമയായതുകൊണ്ട് സിനിമയ്ക്ക് വിട്ടു. നേരെ ഒരു വെഡ്ഡിങ് എടുക്കുന്ന ആളുടെ അടുത്ത് ലൈറ്റ് അടിക്കാനാണ് കൊണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആ സമയത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പകുതി നിർത്തിയിട്ട് ഒരു അനിമേഷൻ കോഴ്സിന് പോയി. പക്ഷെ അതൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എല്ലാം ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്യാൻ ഡിസൈനിങ്ങിന് കയറി. ഡിസൈനിങ് കയറി കഴിഞ്ഞാൽ അതും ഇപ്പോൾ നല്ല ബേസിക് ഐഡിയ കിട്ടിയപ്പോൾ നിർത്തിയപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ടൊരു വെഡ്ഡിങ് വീഡിയോ ലൈറ്റ് അടിക്കാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു വർക്കിന് പോയി കല്യാണ വീഡിയോ എടുക്കാൻ. അപ്പോൾ അത് ഭയങ്കര വലിയ തലവേദന. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള പെമ്പിള്ളേരുണ്ട്. നമ്മളെന്തെങ്കിലും ഉറപ്പായിട്ടൊക്കെ നോക്കിക്കൊണ്ടെങ്കിൽ നിൽക്കും. അപ്പോൾ ഈ വയറൊക്കെ ചുരുട്ടി ഇതിൻ്റെ ഇടയിൽ ലൈറ്റൊക്കെ അടിച്ച് അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കുന്ന ചീത്ത വിളി. അപ്പോൾ പെമ്പിള്ളേരെ മുന്നിൽ ചീത്ത വിളി. അന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പരിപാടി എനിക്ക് വർക്കൗട്ടല്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എഡിറ്റിംഗ് എന്ന് എഴുതിയിട്ടുള്ള ആ സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് എന്ന് എഴുതിയ റൂം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ വായിച്ചിട്ടുണ്ട് എഡിറ്റിംഗ് എന്നൊക്കെ. നമ്മൾ അറിയാമല്ലോ, സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എഡിറ്റിംഗ് എഡിറ്റർ എന്നൊക്കെ കേൾക്കാനും നല്ല സുഖമുള്ളൊരു വാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എഡിറ്റിംഗ് പഠിച്ചായെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ അവിടെ അങ്ങനെ നേരെ കയറ്റത്തൊന്നുമില്ല. ആ സമയത്ത് എറണാകുളത്തെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ശ്രീഭദ്ര എന്ന് പറഞ്ഞിട്ട് 2001 അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 7 പേര് പഠിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ 8ാമത്തെ ആളാണ്. അവിടെ ആ റൂമിൽ അത്ര സ്ഥലമില്ല. അങ്ങനെ അവിടെ നിൽക്കുക, രാവിലെ സ്റ്റുഡിയോ അടിച്ചു വാരുക, വിളക്ക് കത്തിക്കുക. ആശാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അനിൽ എന്ന് പറഞ്ഞ പുള്ളി എപ്പോഴും മുറുക്കും. പുള്ളി മുറുക്കിയിട്ട് തുപ്പാൻ പോണ സമയത്ത് അന്നത്തെ വിൻഡോസ് മേലെ പെട്ടെന്ന് നെക്സ്റ്റ് വരില്ല പാട്ട്, നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ആ സമയത്ത്. അപ്പോൾ പുള്ളി എണീറ്റ് പോണ സമയത്താണ് അവിടെ നമുക്ക് മൗസിൽ ക്ലിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളൂ. അപ്പം ഞാൻ രാവിലെ പ്രാർത്ഥിക്കണത് ദൈവം ഒരു പാട്ട് തീരണ എൻഡിലായിരിക്കണം ഈ മനുഷ്യൻ തുപ്പാൻ പോണത്, എന്നാലാണ് നമുക്ക്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ പഠിച്ചു. പക്ഷെ ഒരു ദിവസം പുള്ളിക്ക് ഇങ്ങനെ ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഒരു വർക്ക് ചെയ്യേണ്ടതെന്നപ്പോൾ ബാക്കി 7 പേര് ഈ പറഞ്ഞാൽ കൺഫ്യൂഷൻ വന്നു. എനിക്ക് കുറച്ചും കൂടി ഞാൻ പുള്ളി പോകുമ്പോഴൊക്കെ വെറുതെ എടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ അവിടെ എഡിറ്ററായി. അവിടെ നിന്നാണ് പിന്നെ സിനിമാഗ്രഹം തുടങ്ങിയത്. അപ്പോൾ ഞാനെപ്പോഴും അന്ന് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുമ്പോഴും അന്ന് ഈ നിങ്ങൾക്ക് പഴയ വെഡ്ഡിങ് ഒക്കെ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ തുടക്കം കുറേ മലയും പുഴയൊക്കെ കാണിച്ചിട്ടാണ് പേര് എഴുതി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആശാനില്ലാത്ത ദിവസം നമ്മളൊരു വെഡ്ഡിങ് ചെയ്യാനൊരു ടീം വന്നപ്പോൾ ഞാൻ ആ പുള്ളിയെടുത്ത് പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യും, ചേട്ടൻ ഇവിടെ നിന്ന് ക്യാമറയായിട്ട് ആ കല്യാണ വീട്ടിലേക്ക് ചെല്ലണ വരെ ഒരു ഓട്ടോറിക്ഷയിലേക്ക് ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യും. എന്നിട്ട് ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡയലോഗൊക്കെ പറയാൻ പറ്റും. വെറുതെ ഒരു ഐഡിയ. ആ പുള്ളി അത് വെറുതെ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും. അത്ര നല്ല ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അന്നൊരു ടൈറ്റിൽ ചെയ്ത് ആദ്യം ഒരു കല്യാണ വീട്ടിലേക്ക് ഒരു വീഡിയോഗ്രാഫർ എത്തണ ഒരു ആ യാത്രകൾ വെച്ചിട്ടാണ് അന്ന് ടൈറ്റിൽ. അത് ഭയങ്കര വർക്കായി, ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം എനിക്ക് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ കല്യാണങ്ങളിലും എന്തെങ്കിലും ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തുക. അങ്ങനെ ഇതിഹാസം എന്ന് പറഞ്ഞ സിനിമ നമ്മളുടെ ടീം ബിനു ചേട്ടനും അതിൻ്റെ ക്യാമറ സിനോ ചേട്ടനാണ് എൻ്റെ പടത്തിൻ്റെ ക്യാമറ. ഞങ്ങൾ ഈ ഗ്യാങ്ങിലേക്കൊക്കെ വന്നപ്പോൾ എല്ലാവരും ഏത് വെഡ്ഡിങ്ങിന് പോകുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ 4 മിനിറ്റ് ആണെങ്കിൽ 4 മിനിറ്റ് നമ്മൾ ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ ആംഗിളിലായിരിക്കും കഥ പറഞ്ഞാൽ വെറുതെ കല്യാണം കാണിക്കാണ്ട്. അവിടെ നിന്നാണ് പ്ലാൻ.
അങ്ങനെ ദുൽഖറിൻ്റെ വെഡിങ് ചെയ്തു, മീര യാസ്മിൻ ചെയ്തു, ആസിഫ് അലിയുടെ അങ്ങനെ ജയ്പിള്ള സാറിൻ്റെ മോളുടെ ഒക്കെ ചെയ്തു. അങ്ങനെ അപ്പോൾ ആസിഫ് ഏട്ടൻ്റെ വെഡിങ് ഷൂട്ട് ചെയ്താണ് ടേണിംഗ് പോയിൻ്റ്. ആസിഫ് ഏട്ടന് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹൈലൈറ്റ് വീഡിയോ. പുള്ളി അത് റിസപ്ഷന് പ്രസൻറ്റ് ചെയ്തത് എൻ്റെ ലൈഫിൻ്റെ പുതിയ ട്രെയിലർ ഇന്ന് റിലീസാവുകയാണ്. അത് നമ്മളെ കൊണ്ട് പുള്ളി അവിടെ സ്റ്റേജിലൊക്കെ നിർത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് പറഞ്ഞാൽ പറഞ്ഞു. അങ്ങനെ ആസിഫ് അലി എന്നുള്ള മനുഷ്യനാണ് ഈ ഷാനിഷാക്കി എന്ന് പറഞ്ഞ ഷാനിച്ചാറിന് അറിയില്ല. ഷാനിച്ചാറിൻ്റെ കൂടെയാണ് ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ടൊക്കെ പോയി പുള്ളിയുടെ ചില വീഡിയോസൊക്കെ എടുക്കാൻ ഷാനിച്ചാറിനാണ് ആസിഫേൻ്റെ വർക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ ആ ഒരു വാക്കാണ് സത്യസന്ധമായിട്ട് പറഞ്ഞത് ഒരു സിനിമയിലേക്കൊക്കെ. അപ്പോൾ ഞാൻ കുറേ കഥകളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും. അങ്ങനെ ആസിഫേട്ടനൊരു കഥ പറഞ്ഞത് അന്ന് ചെമ്പരത്തിപ്പൂ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ചെയ്യാനിരിക്കുന്ന സമയത്താണ് പ്രേമം പടം റിലീസായത്. ആസിഫേട്ടൻ വേണത് ഒരേപോലെ ഇരിക്കില്ലേ, അപ്പോൾ അത് നമുക്ക് വേണം വേറെ ഇനി ഒരു 35 ദിവസമുള്ളൊരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. ഒരെണ്ണം തന്നെ ഉണ്ടാക്കിയാൽ നമുക്കെങ്ങനെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പക്ഷേ നമ്മൾ ആ സിനിമയിൽ ലോക്കായിട്ട് ചെമ്പരത്തിപ്പൂല് എങ്ങനെ അത് തന്നെ ചെയ്യണം. അങ്ങനെ ഞാൻ ആസിഫേട്ടനോട് അസ്കറിൻ്റെ കാര്യം ചോദിച്ചു. അസ്കറിനെ വെഡിങ്ങിനൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അസ്കറിന് കഥ പറഞ്ഞ് നല്ല ബോണ്ടാണ് ഞാൻ അസ്കറും കൂടി. അസ്കർ പരിചയപ്പെട്ടു. അസ്കർ ഞാനൊരു 6-7 മാസം ഒരു ഫ്ലാറ്റിൽ താമസിച്ചത്. നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. അസ്കറിൻ്റെ ഒരു ഡേറ്റ് അസ്കർ വരാൻ കാണിച്ചതുകൊണ്ടാണ് പിന്നെ ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞ ഹെഡ്ജിൻ്റെ ഒക്കെ സ്വന്തം CEO ഭുവൻ സാറ് പ്രൊഡ്യൂസറായിട്ട് വന്നു. നോബിൾ ജേക്കബ് വഴിയാവുന്നത്. അങ്ങനെ ഒരു വന്ന് സന്തോഷം എൻ്റെ കൂടെ ഈ ഞങ്ങൾ കല്യാണം ചെയ്യുമ്പോഴുള്ള ക്യാമറ സന്തോഷമായിരുന്നു അതിന് ക്യാമറ ചെയ്തു. അങ്ങനെ ചെമ്പരത്തിപ്പൂ കഴിഞ്ഞു. അതത്ര ഭയങ്കരമായിട്ട് വർക്കായില്ല. എന്നാലും കുറേ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പ്രോബ്ലംസ് അതിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എന്താണ് നമ്മുടെ തെറ്റുകളെന്ന് നോക്കി തനിയെ ഇരുന്ന് പഠിച്ചിട്ട് കുറേ ആൾക്കാരുടെ സജഷൻസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഗുണ്ടജയനിലേക്ക് വന്നത്. ഗുണ്ടജയൻ നമുക്ക് അത്യാവശ്യം ഒരു പേരൊക്കെ കിട്ടി. ലൈഫ് ഇവിടെ എത്തിയത് എന്താവും അറിയില്ല, ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഈ വെഡ്ഡിങ് എന്ന സിനിമയിലോട്ട് വന്നപ്പം ലൈക്ക് മേക്കിംഗ് സൈഡിൽ എന്തൊക്കെയായിരുന്നു? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഇല്ല എന്നല്ല. ഇപ്പം മൾട്ടിപ്പിൾ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങൾ. വെഡ്ഡിങ് നമ്മൾ ആ ലൈവ് എന്താണോ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ നമ്മൾ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്നു. സോ ആ ഒരു വ്യത്യാസം വന്നപ്പോൾ അതെങ്ങനെയായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കല്യാണം ഷൂട്ട് ചെയ്തതിൻ്റെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ ചെയ്യാൻ. കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ നിന്നിട്ട് സീൻ ചെയ്യാൻ പറഞ്ഞാൽ ലൈറ്റൊന്നും വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരും. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പക്ഷേ കല്യാണത്തിൽ നിന്ന് ഒരുപാട് കല്യാണമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല സിനിമ. ഈ കല്യാണം ചെയ്തുകൊണ്ടിരിക്കുക അത് മാത്രമല്ലല്ലോ നമ്മുടെ ജോലി. നമ്മൾ എല്ലാ ദിവസവും സിനിമ കാണും. മിനിമം 2-3 സിനിമകൾ കാണും. പ്രിയൻ സാറ്, സത്യനന്ദിക്കാട് സാറ്, കമൽ സാറ്, ഫാസ്റ്റർ സാറ്, സിരിമേൽ സാർ, അങ്ങനെ എൻ്റെ ഒരു ഇഷ്ടങ്ങൾ ആ സമയത്തുള്ള അത് റിപ്പീറ്റ് കാണും. കടുത്തലാരയുടെ ഫാനാണ്, ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ഇത്. അപ്പോൾ ഈ സിനിമകൾ കണ്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റുകൾ കിട്ടുമ്പോൾ അത് മേടിക്കും. എല്ലാം ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റുകളൊക്കെ ആ സമയത്ത് കിട്ടണം മേടിച്ചിട്ട് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പിന്നെ ആ സീനിരുന്ന് കാണും. എങ്ങനെയാണ് ഇപ്പോൾ ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ജോർജ് കുട്ടീനെ വിളിക്കുക, അയാൾ ഇപ്പം തന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഷാജോൻ ചേട്ടൻ്റെയൊക്കെ ഒരു ഷോട്ട് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇപ്പം തന്നെ തിരിഞ്ഞു നോക്കും, അയാളുടെ ഉള്ളിൽ ഭയം ഉണ്ടെന്ന്. അപ്പോൾ അതിങ്ങനെ എഴുതി വെച്ചേക്കണതും വായിച്ചിട്ടുണ്ട്. ഒപ്പം എന്നിട്ട് ആ സിനിമയിൽ എങ്ങനെ ഷൂട്ട് ചെയ്തേക്കണേ നോക്കും, അടുത്ത സീനിലേക്ക് പോകാൻ എന്താണെന്നൊക്കെ നോക്കും. പിന്നെ അതൊക്കെ എൻ്റെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ദൈവം എന്തെങ്കിലും ഒരു ഐഡിയ തന്നിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെന്തെങ്കിലും കാര്യത്തിനെ കൂടുതൽ ആഗ്രഹിച്ചാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് UK ഒക്കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. സോ ആ ഒരു ടൈറ്റിലേക്ക് എത്തിയത് തന്നെ എങ്ങനെയായിരുന്നു? ഈ സിനിമയുടെ കണ്ടൻറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ടൈറ്റിൽ, പ്രത്യേകിച്ച് കേരള. അപ്പോൾ എനിക്ക് ഈ പടത്തിൻ്റെ ഒരു കഥ വികസിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മസ്റ്റായിട്ട് കേരള എന്നുള്ളൊരു വാക്ക് ഈ പടത്തിൽ വരണം. അല്ലെങ്കിൽ കേരള അല്ലെങ്കിൽ മലയാളി. ഞാനങ്ങനെ മലയാളി എന്നുള്ള ഇതാണ് പിടിച്ചിരുന്നപ്പോഴാണ് ഡിജോ മലയാളി ഫ്രം ഇന്ത്യ അനൗൺസ് ചെയ്തത്. പിന്നെ അത് പിന്നെ ഇടയ്ക്ക് അവൻ ആ ടൈറ്റിൽ യൂസ് ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു ഇത് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് അങ്ങനെ ഇറങ്ങി. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു കേരള എന്നുള്ള ടൈറ്റിൽ വേണമെന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഇപ്പം ഉപചാരപൂർവ്വം ഗുണ്ടജയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ രസമുണ്ടല്ലോ, വെറുതെ ഗുണ്ടജയൻ കേൾക്കുന്നതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് ഇപ്പോൾ അറിയാലോ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ബ്രിട്ടൻ എന്നുള്ള സാധനമുണ്ട്. അപ്പോൾ ഒരു സാമി എന്തൊരു ഗ്രാമം ഉണ്ടാക്കിയല്ലോ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് എന്തോ ഒരു സാധനം. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയ ടൈറ്റിലായിരുന്നു. ഈ ടൈറ്റിലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡയറക്ടറായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് എല്ലാം അതും കുറച്ച് നീളമുള്ളൊരു ടൈറ്റിലും കൂടെ ആയിരിക്കും എപ്പോഴും. അതിനുവേണ്ടി മാത്രം കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ? ഇത് അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്യലില്ല. ഇപ്പോൾ അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴായാലും അങ്ങനെയില്ല. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഇപ്പോൾ
ചില ദിവസം നമ്മൾ കുറേ നേരം ഇരുന്നാലും അല്ലെങ്കിൽ 10 ദിവസം ഇരുന്നാൽ 2 സീൻ എഴുതാൻ പറ്റില്ല. ചില ദിവസം നമുക്ക് ഒരു ദിവസം തന്നെ 5-6 സീൻ എഴുതാൻ പറ്റും. അതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം ആലോചിച്ച് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇത് കിട്ടാൻ പോകണില്ല എന്ന്. പക്ഷെ വേറെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ടൈറ്റിൽ കയറി വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ സീനുകളൊക്കെ സിനിമയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന് വേണ്ടി ഇരിക്കുമ്പോൾ മാത്രം എനിക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതാറില്ല. അപ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് അങ്ങനെ ഇരുന്ന് എഴുതിയിട്ടില്ല. അങ്ങനെ ഇരുന്ന് എഴുതും. അങ്ങനെയല്ല പറഞ്ഞത്. ചില ദിവസങ്ങൾ ചിലപ്പോൾ നമ്മളോട് വർത്താനം പറയുമ്പോഴേക്കും നമുക്ക് സീൻ കിട്ടണം. പെട്ടെന്ന് മാറി നിന്നിട്ട് പോയിട്ട് അപ്പം തന്നെ മൊബൈലിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ എപ്പോഴോ ഉള്ളി വന്ന് കയറിയ ടൈറ്റില യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. പക്ഷേ എല്ലാവർക്കും അത്യാവശ്യം വർക്കായി തോന്നിയ ടൈറ്റിൽ. ഇതിലേക്ക് വരുമ്പം എന്തായിരിക്കും ഈ സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്? ഈ സിനിമ ശരിക്കും ഒരു വലിയ മെസ്സേജൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മെസ്സേജിനേക്കാളപ്പുറത്ത് ഇങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ ഇനി സംഭവിക്കാൻ പോവുക എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഒരു സിനിമ കൊണ്ട് തിരിച്ചറിവൊന്നും കിട്ടി ലോകം നന്നാക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും അങ്ങനെ തോന്നിയെന്നല്ലാന്ന് എനിക്ക് തോന്നി. കാര്യം ഇത് മലയാളി ഉറപ്പായിട്ടും കാണേണ്ട സിനിമയാണ്. അത് ഞാനിപ്പോൾ ഒരു പടം ഇറങ്ങാൻ പോകണമെന്ന് ഡയറക്ടർ ഇത്രയും ഒരു അഹങ്കാരം കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഒന്നും വിചാരിക്കരുത്. സിനിമ കണ്ട് കഴിയുമ്പോൾ അറിയാം. പടം തീർന്ന് ഇപ്പോൾ ജ്യോതിഷം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ജ്യോതിഷം ഒന്ന് ആലോചിക്കും. അല്ല എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഉണ്ടോ, ഒരു ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ നാട്ടിലുണ്ടല്ലേ, ഇത് ഇനി എന്തായിരിക്കും നെക്സ്റ്റ് എന്നൊക്കെയുള്ള ഒരു അങ്ങനത്തെ ഒരു ആലോചന ഉറപ്പായിട്ടും വന്നേക്കാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അറിയില്ല. ഇപ്പോൾ സിനിമ പ്രിവ്യൂ കുറേ ആൾക്കാർ കണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് സിനിമ തീർന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരേ അഭിപ്രായം തന്നെ. നമ്മളെന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് അഭിപ്രായമാണ് നമ്മൾക്ക് ഇതുവരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾ ഇപ്പോൾ ഇതൊരു ഹിറ്റോ സൂപ്പർ ഹിറ്റോ അതല്ലെങ്കിൽ മെഗാ ഹിറ്റോ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുക അതൊന്നുമല്ല ഇവിടെ. ഇത് നമ്മൾ ഇത് യൂത്തിനൊന്നും പറഞ്ഞിട്ടിറക്കുന്ന സിനിമയല്ല, ഫാമിലിക്കും അല്ല. പിന്നലെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു പയ്യൻ വന്ന സിനിമ ഉണ്ട്. അപ്പോൾ ആൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. ഞാൻ ഒരു എക്സ്പെക്റ്റേഷനൊന്നുമില്ല, സാധാ പടാന്നൊക്കെ പറഞ്ഞറിയാൻ. പൃഥ്വിരാജ് പറഞ്ഞതല്ല, ശരിക്കും ചെറിയ സിനിമയായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ പുള്ളി പടം തീർന്ന പുള്ളി മാർക്കറ്റിങ്ങിനെ അപ്പുറത്തോട്ട് ആ അനുഭവിച്ച ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു. ചേട്ടാ ഇത് ഭയങ്കര ഇതാണ്, ഇത് ഇന്ന സ്ഥലത്ത് എത്തിക്കണം. മസ്റ്റായിട്ടും ഇപ്പോഴത്തെ ഒരു 10, 16, 18 വയസ്സുള്ള പിള്ളേരുടെ പാരൻസും ആ ഏജിലുള്ള പിള്ളേരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, കാണുന്ന ആൾക്കാർ കണ്ട് ചീത്ത വിളിക്കില്ലേ. അതുപോലെ തന്നെയല്ലേ ആർട്ടിസ്റ്റുകൾ ഇപ്പം രഞ്ജിത്തിൻ്റെ ഇപ്പം ഗോളം, കൽബ്, മൈക്ക് അങ്ങനെയുള്ള സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ പല ഇൻ്റർവ്യൂസിലായിട്ട് തന്നെ പറഞ്ഞായിരുന്നു, ഒരു നാടൻ ലുക്കിലുള്ള മുണ്ടുടുക്കുന്ന രഞ്ജിത്തിനാണ് ആദ്യം മനസ്സിൽ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രഞ്ജിത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ രഞ്ജിത്തിലേക്ക് ഞാൻ എത്തിയല്ല, ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മളടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അലക്സ് സാറ്, പ്രൊഡ്യൂസർ അലക്സ് സാറ്, 3 പേരാണ്, സജീവ് സാറ്, ആൻഡ് അലക്സ് സാറ്. അപ്പോൾ അലക്സ് സാറ് ത്രൂ ആണ് ജോണി ചേട്ടൻ വഴി എന്നെ കണക്ട് ചെയ്തു, അങ്ങനെ എത്തി. അപ്പോൾ വേറൊരു സിനിമ ചെയ്യാനുള്ളൊരു പ്ലാൻ ആയിരുന്നു. അതിൻ്റെ ഒരു കഥയുടെ പരിപാടികളൊക്കെ അവർ പറഞ്ഞു. പക്ഷേ എനിക്കത് ആ സിനിമ നല്ല മോശമൊന്നുമല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയല്ല. പിന്നെ ഞാനപ്പോൾ രഞ്ജിത്തിൻ്റെ മറ്റുള്ള സിനിമകളൊന്നും കണ്ടു. ഇപ്പോൾ ആ സമയത്ത് മൈക്ക് ഇറങ്ങിയിട്ടുണ്ടായുള്ളൂ. പിന്നെ ഗൽബിൻ്റെ ഒരു റിവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ രഞ്ജിത്തിൽ നിന്ന് ജനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. രഞ്ജിത്ത് സജീവ പുള്ളിയുടെ പടങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അല്ലെ പുള്ളി ഈ ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇടി, അല്ലെങ്കിൽ ഭയങ്കര ഓവർ ഡാൻസ്, പാട്ട്, പ്രേമം മാത്രം അങ്ങനത്തെ ആളാണോ എന്നൊക്കെ എൻ്റെ ഉള്ളിലും എനിക്കും ഒക്കെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഡിസ്കസ്. പുള്ളി അങ്ങനത്തെ സിനിമകളൊക്കെ അല്ലേ ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഞാൻ ആദ്യം അത് ചിന്തിച്ചു. അങ്ങനെ രഞ്ജിത്തിനൊന്ന് മാറ്റി, ഭയങ്കരമായിട്ട് മാറ്റി പിടിച്ചൊന്നുമല്ല, എന്നാൽ രഞ്ജിത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണതിനും അതല്ലാത്തൊരു സിനിമ രഞ്ജിത്തിനെ കൊണ്ട് ചെയ്യിക്കാം, ഈ ക്യാരക്ടർ ഇങ്ങനെ പിടിക്കാം, ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം മാറ്റി. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എൻ്റെ കയ്യിൽ വന്നു. ഇങ്ങനെ കിടക്കുന്നുണ്ട് മനസ്സിൽ. എൻ്റെ വീട്ടിലെ ചില ആൾക്കാരൊക്കെ അവരുടെ ഉണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് അതിലേക്ക് നമ്മൾ സ്ഥിരം അല്ലെങ്കിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ അല്ലാത്തൊരു ടൈപ്പ് ഒരു പരിപാടി, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഈ പറഞ്ഞാൽ മുണ്ടെടുത്ത് വെറുതെ വെള്ളം മുണ്ടെടുത്തിട്ടൊരു കറുത്ത ഷർട്ട് ഇട്ടിട്ട് പാടത്ത് നിൽക്കുന്ന രഞ്ജിത്ത് സജീവ് വെറുതെ ഒന്ന് ആലോചിച്ചു. അങ്ങനെയൊക്കെ ആലോചിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. രഞ്ജിത്തിന് ആദ്യം ഇത് കഥ കേട്ടപ്പോൾ കറക്റ്റായിട്ടുള്ള ക്യാരക്ടർ അത്ര കിട്ടിയില്ല, എൻ്റെ നരേഷനും മോശമായിരുന്നു. പിന്നീട് രഞ്ജിത്തിന് കറക്റ്റായിട്ട് കിട്ടി കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം വരെ രഞ്ജിത്ത്
എൻ്റെ അത് പിന്നെ കുറേ ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ ബ്രോ നമുക്കൊരു കാര്യം ഒരു കുറച്ചും കൂടി ഒരു നാടൻ പടം പിടിച്ചാലോ, അമ്പലക്കുളത്തിലൊക്കെ കുളിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ പക്ഷെ ഇതിൽ അത്രയും ഇതൊന്നും അല്ല. ഓക്കെ, ഒരു IELTS പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി അതറിയാമല്ലോ, നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക, അല്ലെങ്കിൽ ജോണി ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരാളെ തെറ്റിദ്ധരിച്ചിട്ട് നമ്മളടുത്ത് തിരിച്ച് റിപ്ലൈ ചെയ്യണം നമുക്ക് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെയും കുഴപ്പമാണത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഇന്നതാണെന്ന് വെച്ചിട്ട് അവരതിലേക്ക് ഒരു വഴി കാണിച്ചു തരും. പിന്നെ നമുക്കത് പറയാൻ മടിയായിരിക്കും, എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരവസ്ഥ വരും. കുറച്ച് കഴിയുമ്പോൾ അതൊരു വഴക്കിലേക്ക് പോകും. അപ്പോൾ മറ്റേയാൾ ചിന്തിക്കും, ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വഴികൾ തെളിയിച്ചിട്ട് ഇയാളെന്താ ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെയുള്ള ഭയങ്കര ഒരു അവസ്ഥ വരും മനുഷ്യന്. അപ്പോൾ അതുപോലെയൊക്കെ കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ഇതിൻ്റെ എന്തിൻ്റെ അപ്പുറത്തോട്ട് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്ക് വിഷമം തോന്നിയാൽ പോലും അപ്പനും അമ്മയൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? മക്കളുടെ സന്തോഷം. മക്കളുടെ സന്തോഷം ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന ഒരു ജോലി ഞാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എൻ്റെ സന്തോഷമാണ് അവരുടെ സന്തോഷമെങ്കിൽ അവരതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വേണ്ടത്. അല്ലാണ്ട് അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനൊരു ഇഷ്ടമുള്ള കല്യാണം കഴിച്ചു പോവുക, അല്ലെങ്കിൽ PSC ടെസ്റ്റ് എഴുതി മാറിയേക്കുക, അല്ലെങ്കിൽ പുറത്തോട്ട് പോവുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പോവുക, അങ്ങനെയല്ല. നമ്മളുടെ ആഗ്രഹം ചിലപ്പോൾ അവർക്ക് വിഷമം തോന്നും. ഇപ്പോൾ എനിക്കൊരു മോനുണ്ട്, അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കാരനാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവന് ക്രിക്കറ്റ് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം മെസ്സിനെ. പക്ഷേ ഞാൻ മെസ്സി ഫാൻ ആക്കാൻ അവനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ പോയി റൊണാൾഡോ ഫാനായി. എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, ഈ ചെറുക്കൻ എന്താ ഇങ്ങനെ, ഇവൻ മെസ്സി ഫാൻ ആയിക്കൂടെ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെയാണ് ലോകത്തിലെ എല്ലാ അപ്പന്മാരും. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ റൊണാൾഡോയിൽ കാണാത്ത എന്തോ പ്രത്യേകത അവൻ കാണുന്നുണ്ട്. അത് അവനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അല്ല, അവനെ ഫുട്ബോളാണ് സന്തോഷിപ്പിക്കുന്നത്, ക്രിക്കറ്റല്ല. എനിക്ക് ക്രിക്കറ്റ് ജീവനാണ്, അവനതല്ല. അപ്പോൾ അവനത് ചെയ്തോട്ടെ എന്നുള്ള മൂഡിലാണ് നിൽക്കണം. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് രഞ്ജിത്തിൻ്റെ. ജോണി ചേട്ടനാണ് അപ്പൻ്റെ ക്യാരക്ടറാണത്. പക്ഷേ ഈ ചില അച്ഛനും അമ്മയൊക്കെ നമ്മുടെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത് അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. മോനെ നീ വഴിക്ക് പോയാൽ അത് വർക്കാവില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ജോണി ആൻ്റണി ചെയ്യുന്ന ക്യാരക്ടർ റോഹിച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ റോഹിച്ചൻ ലൈഫിൽ ചില എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അയാൾ മകനെ ഈ വഴിക്ക് വിടാനൊക്കെ നോക്കുന്നത്. പക്ഷേ ഫൈനലി നമ്മുടെ തീരുമാനം നമ്മൾ ഏറ്റവും നന്നായിട്ട് അതിനെ ആഗ്രഹിക്കുക, ആ സ്വപ്നത്തിന് വേണ്ടി മാക്സിമം സ്ട്രഗിൾ ചെയ്യുക, അല്ലെങ്കിൽ എഫർട്ട് എടുക്കുക. ഒരു ദിവസം നമുക്ക് മസ്റ്റായിട്ട് റിസൾട്ട് ഉണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ സിനിമയിൽ പറയുന്നത്. ഈ പറഞ്ഞത് തന്നെ വലിയൊരു ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കും സിനിമയിൽ ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്നും വിചാരിക്കണ്ട, ഇത്രയൊക്കെ പോലെ ഉണ്ടെങ്കിൽ തന്നെ ഭാഗ്യം. അത് കുറച്ചുകൂടെ ഒരു 2 മണിക്കൂറുള്ള ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണല്ലോ നമ്മൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ ഒരു നല്ല കാര്യത്തെ കാണിക്കാൻ എന്തും അങ്ങനെയാണല്ലോ. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ശ്രമം നടക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. ഇപ്പോൾ ഗുണ്ടജയൻ്റെ ക്ലൈമാക്സിൽ പറഞ്ഞ കാര്യമുണ്ട്. ഒരു ഗുണ്ടജയൻ ശരിക്കും ലവ് സ്റ്റോറിയാണ്, അതായത് ഒരു ഹ്യൂമറും കല്യാണപരമായിട്ടാണ്. അപ്പോഴത്തെ ശബരീഷിൻ്റെ ആ പെൺകുട്ടിയുടെയും പ്രണയം സക്സസ് ആവുക എന്നുള്ളൊരു സാധനമുണ്ട് ആ സിനിമയുടെ അപ്പുറത്ത്. അപ്പോൾ അത് മോശം കാര്യങ്ങൾ അവിടെ സംഭവിച്ചാൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് സിജു വിൽസൻ്റെ ക്യാരക്ടറോട് ട്രൈ ചെയ്യുന്നത്. സിജു ലാസ്റ്റ് പറയുന്ന കാര്യമുണ്ട്, ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ഇറങ്ങി തിരിക്കണ കാര്യം സക്സസ് ആവും. പക്ഷേ നമ്മൾ വിചാരിക്കണ പോലെ ചിലപ്പോൾ ആവണമെന്നില്ല പോണ വഴികൾ. അത് നമുക്ക് ദൈവം ചിലപ്പോൾ നല്ലതിട്ട് വരും, അപ്പുറത്ത് കുറച്ച് ചീത്ത വരും. അതിങ്ങനെ വളഞ്ഞ് കയറിപ്പോവുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ പടം പോയി എൻഡിൽ ചെയ്യണത്. അവൻ എന്താണോ ആഗ്രഹിക്കണം അതൊക്കെ നടന്നേക്കാം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന സ്ട്രഗിളും പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചില ചൂണ്ടിക്കാണിക്കൽ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണ്. ഇത് പലർക്കും ഇപ്പം പറഞ്ഞ വേർഡ്സ് പലർക്കും ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയേക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ചല്ല, ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ പേരെ സംബന്ധിച്ച് എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളൊരു 10 സ്റ്റാഫ് ഉണ്ട്, അതിൽ 9 പേരും സിനിമ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്നവരാണ്, അതിലോട്ട് എത്താനുള്ളൊരു വഴികൾ നോക്കുന്നവരാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ പല പല തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് എന്തായിരിക്കും ഇപ്പം പറയാനുള്ളത്? അല്ല, ഇപ്പം ഞാനതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സിനിമാ പ്രാന്തൻ എന്ന് പറഞ്ഞ പേജ് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഈ പണ്ട് ഈ വെഡ്ഡിങ് പരിപാടി അല്ലെങ്കിൽ ഷാൻചാൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ പല സ്ഥലത്ത് അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യണം എൻ്റെ അസിസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ ഒരു സെലിബ്രിറ്റി ആയിരിക്കും ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴാണ് നമുക്കിങ്ങനെ ഒന്ന് ഇരിക്കാൻ പറ്റണമെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ അല്ല, എൻ്റെ പടം 100 കോടി അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ 100 ദിവസം ഓടിയിട്ടുള്ള ഭയങ്കര വലിയ ഹിറ്റൊന്നും അടിച്ചിട്ടില്ല. പക്ഷെ 3 സിനിമ ചെയ്യാൻ പറ്റി. എൻ്റെ ഇപ്പോൾ നമ്മൾ ഗോൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫിലിം ഡയറക്ടർ എന്ന് പറയും. എന്നെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമാണത്. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം. അപ്പോൾ ഇവിടെ പക്ഷേ ഞാൻ
എത്തിയതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. ഫാമിലി ഇതായിട്ടുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പല ആൾക്കാരും വേണ്ടി തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും അടുത്ത പടം എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നാ നിൻ്റെ സിനിമ സംഭവിക്കാത്തത്, വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യണമല്ല, നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നിട്ട് പോകരുത്. പക്ഷെ അത് തീരുമാനം നല്ലതായിരിക്കണം. ഒരു മോശം ഇപ്പോൾ ഈ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണ കാര്യമുണ്ട്. ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാത്തതാണ്. വെച്ചാൽ ഈ പറഞ്ഞാൽ കള്ളു പിടിച്ചിട്ടൊക്കെ ഉണ്ട്, കുടിക്കാറുണ്ട്, അതൊന്നും ഇല്ലയെന്ന് പറയാനുള്ള. ഈ പറഞ്ഞ ഗവൺമെൻറ് അംഗീകൃതമായിട്ടില്ല. ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല, അല്ല ഞാൻ മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ലഹരി സിനിമയാണ്, ഉറപ്പായിട്ടും എൻ്റെ ലഹരി എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വേണ്ട എല്ലാ കിക്കും കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് അഡീഷണൽ സാധനം യൂസ് ചെയ്തിട്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വേറെ ചിന്തകളൊക്കെ വരുന്നു. ചിലപ്പോൾ അത് വരുമായിരിക്കും, അത് വരില്ലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിൻ്റെ മേളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് കാര്യം എൻ്റെ ലഹരി എനിക്ക് സിനിമ തന്നുകൊണ്ടിരിക്കുന്നത്, ഈ ലഹരി തീരട്ടെ, അപ്പം ഞാൻ എന്തെങ്കിലും നോക്കാമെന്നുള്ള തീരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലഹരി സിനിമയാണ് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിലേക്ക് എത്തുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരും, കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വരും, ഇത് യൂസ് ചെയ്ത് അതാക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ. പ്രശ്നമൊന്നുമില്ല, മനസ്സിൽ ഒറ്റ ചിന്ത വിഷമിപ്പിക്കും. നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ നിന്ന് അകന്നു പോവും, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾ അകന്നു പോവും, ഒക്കെ നമുക്ക് സംഭവിക്കും. ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട് ബാത്റൂമിൽ ഇരുന്ന് കുറേ പ്രാവശ്യം. ഞാൻ ഫസ്റ്റ് ചെമ്പരത്തിപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് ഞാൻ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആയിട്ട് കാണുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം നടന്ന സമയങ്ങളാണ് ചെമ്പരത്തിപ്പ് സിനിമ പോയിട്ട്. ഞാൻ സ്റ്റുഡിയോ കൂട്ടി പോയി, ചെമ്പരത്തിപ്പ് പടം സ്റ്റുഡിയോ പോയിട്ട് പോയി. അത്യാവശ്യം കടങ്ങളൊക്കെ വന്നു, പ്രശ്നങ്ങൾ വന്നു, സ്ട്രഗിൾ വന്നു, എന്താണെന്ന് അറിയില്ല. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അടുത്ത സിനിമ എന്താണെന്ന്. ഒരു നടൻ്റെ മുന്നിൽ പോകാൻ പറ്റാനുള്ള എന്നുവെച്ചാൽ അങ്ങനെയല്ല, ആ പടം മോശമായതുകൊണ്ടോ നല്ലതായതുകൊണ്ടോ സിനിമ ഹിറ്റാവുക എന്നുള്ളൊരു പ്രോസസ് ഉണ്ട്, അത് നടന്നില്ല. അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഗുണ്ടജേൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അത്രയും നല്ല തമാശ പടം, നല്ല പടം എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഉണ്ടാക്കിയ പടമാണ് ഗുണ്ടജയൻ. ഹ്യൂമർ, ചിരിക്കാൻ. ഞാനപ്പോൾ സ്വയം സ്ക്രിപ്റ്റിൽ കൂടി എന്നെ തന്നെ ചിരിപ്പിച്ചിട്ടിരുന്ന സിനിമയാണ് ഗുണ്ടജയൻ. ആ സിനിമ ഇറങ്ങി ദുൽഖർ പ്രൊഡക്ഷൻ ഏറ്റെടുത്തു, ദുൽഖർ പ്രൊഡ്യൂസറായിട്ട് വന്നു. ഞാൻ ഗുണ്ടജയൻ്റെ സെക്കൻഡ് ദുൽഖറിൻ്റെ ടീമായിട്ട് സബ്ജക്റ്റ്, അവരുമായിട്ട് നല്ല ബന്ധമാണ്, സൈജു ചേട്ടനായിട്ട് ബന്ധം. ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒരാളുടെ കെയർ ഓഫിൽ പോയി കഥ പറയാൻ അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല. എന്നാലും അതിൻ്റെ ബാക്കിൽ ഗുണ്ടജയനുണ്ട്. ഇപ്പോൾ വിഷ്ണു വഴിയാന്ന് ഇതിൻ്റെ അടുത്ത് കഥ പറഞ്ഞു, പക്ഷെ അത് ഗുണ്ടജയൻ തന്ന വിശ്വാസമാണ് വിഷ്ണുവിന്. വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്ത് ഇപ്പം നീ ചെയ്യേണ്ട സിനിമ, നീ UK ഒക്കെ പോലത്തെ പടമല്ല, നീ വേറെ എന്ന് പറഞ്ഞ് തന്നെ ഇത് ചെയ്യുന്ന ആളാണ് ഭയങ്കരമായിട്ട്, നീ അങ്ങനത്തെ പടമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു പരിപാടി എൻ്റെ ലൈഫിൽ സംഭവിച്ചെങ്കിൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ട്രിവാൻഡ്രത്ത് ട്രെയിനിന് പോയപ്പോൾ ഒരാൾ കലബലാന്ന് പറഞ്ഞ് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് കുറച്ചൊരു ഇറിറ്റേഷൻ. ഇപ്പോൾ പുള്ളി ടൂറിസ്റ്റ് എന്തോ പരിപാടി നോക്കണം, അപ്പോൾ ഇങ്ങനെ കോള് വരിക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ കുറച്ച് തരുമെന്ന്, എനിക്ക് 2 കോൾ ചെയ്യാണെന്ന് പറഞ്ഞു, പ്ലീസ് സോറി. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണേ, ഇപ്പോൾ ഡയറക്ടറാന്ന് പറഞ്ഞു. ഞാൻ ഈ സിനിമയൊന്നും കാണാറൊന്നുമില്ല, ഞാൻ ദിലീപിൻ്റെ പടമൊക്കെ പണ്ട് കാണുമായിരുന്നു, ചിരിക്കാനൊക്കെ ഉള്ളു. ഞാൻ ഓക്കെ ഏതാ പടം ചെയ്തതെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ഗുണ്ടജയൻ എന്ന് പറഞ്ഞ സിനിമ, പുള്ളി സൈജു ഗ്രൂപ്പ് കല്യാണ വീട്ടിൽ പുള്ളി അപ്പം തന്നെ മൊബൈലിൽ എടുത്തിട്ട് പുള്ളി കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ചെറിയ ചെറിയ സീക്വൻസ് ചില സമയത്തിരുന്ന് കാണുന്നു. അപ്പം നമുക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. അത് ഉണ്ടാക്കിയത് ഏറ്റവും വലിയ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയണം, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ വരും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആൾക്കാർ കളിയാക്കും, പ്രശ്നങ്ങൾ വരും. അപ്പോഴൊക്കെ നമ്മുടെ ലഹരി സിനിമയാണ്. ഒരു ദിവസം നമ്മൾ ആ ടേബിളിലിരിക്കും, അല്ലെങ്കിൽ മിനിമം സിനിമാ പ്രാന്തൻ്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെയെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ പ്രോസസ്സിൽ എത്തുകയെന്ന് വലിയ കാര്യം. അതിനുവേണ്ടി ട്രൈ ചെയ്യും. അടിപൊളി. ഇതിൽ വലിയ മോട്ടിവേഷനൊന്നും ഒരു സിനിമാക്കാരനും ഇതാണ് വേണ്ടത് നമുക്ക് എല്ലാവർക്കും. സംഭവിക്കട്ടെ ഉറപ്പായിട്ടും. അപ്പം ജൂൺ 20 UK റിലീസാവുകയാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ ഈ തള്ളൊക്കെ തള്ളിയിട്ട് നിൻ്റെ സിനിമയിലെത്താൻ ആൾക്കാർ ചോദിക്കരുത്. എന്നാലും നമ്മുടെ വിശ്വാസമാണ്. ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമൊക്കെ ഉള്ള ആളാണ്. ഭയങ്കര ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ പാർട്ടിക്കാരെന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാവരും നമുക്ക് സ്നേഹം തോന്നുന്നല്ലേ, നമുക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുക എന്നുള്ളത് തന്നെ ഒരു കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ സമൂഹത്തിനോട് പല കാര്യത്തിലും എതിർപ്പൊക്കെ തോന്നും, ദേഷ്യം, അന്യനാവാനൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ അന്യൻ സിനിമ ഇറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് അന്യനായിട്ട് കുറേ പേര് ഇങ്ങനെ കാണിക്കുന്നത്, ഈ തെറ്റുകളെ കാണുമ്പോൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തോ ഒരു സാധനം എടുത്തിട്ടാണ് ഈ പടം ഞാൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു അന്യനുണ്ട് എവിടെയോ. മീൻസ് ഞാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നല്ല കാര്യമായതുകൊണ്ട് എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. മീൻസ് ഞാൻ നല്ല കാര്യമാണ് അതിൽ കാണിക്കാൻ ശ്രമിച്ചേക്കണമെന്നുള്ളത്. കാര്യം ഞാൻ ഈ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് ഇന്ത്യക്കാരൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യവും സന്തോഷം കിട്ടിയത് ഞാൻ മലയാളിയായതുകൊണ്ടാണ്. കാര്യം ഞാൻ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു 5-6 ദിവസം ട്രാവൽ ചെയ്താൽ എനിക്ക് പാലക്കാട് ബോർഡർ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതിൻ്റെ സ്മെല്ലും സുഖവും പരിപാടി
അത്ര സുഖമാണ്. നാട്ടിൽ വന്ന് പെരുമ്പളം എന്ന് പറഞ്ഞ ഗ്രാമമാണ് എൻ്റെ നാട്. അവിടെ നിന്ന് വെളുപ്പിന് വന്നിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് നമ്മുടെ പിള്ളേരുടെ ഇപ്പോൾ അമ്പലപ്പറമ്പിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട്. ഇത് ഞാൻ പുറത്തൊന്നും അങ്ങനെ അത്രയും കണ്ടിട്ടില്ല. പിന്നെ ഈ വൃത്തിയായാലും മലയാളിയുടെ ഒരു സാധനമായാലും നമ്മളെ മലയാളിയുടെ ഒരു ഹ്യൂമർ ആയാലും ഒക്കെ വേറെ ഇതാണല്ലോ. ഇപ്പോൾ രജനീകാന്ത് സാറ് 50 നിലയുടെ താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ തമിഴ് പടമാണെന്ന് വിചാരിച്ചിരുന്ന് കയറിക്കും. ലാലേട്ടൻ ചാടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല 50 നിലയുടെ. നമുക്ക് ലാലേട്ടൻ മുണ്ട് മടക്കിയിട്ട് എന്താണെന്ന് ചോദിക്കണം മാസം നമുക്കിഷ്ടം. ആ മലയാളിയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ മലയാളിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ള തോന്നലാണ് എന്നെ സംബന്ധിച്ച് സിനിമ. ഏതായാലും 20-ാം തീയതി സിനിമ റിലീസാവുന്നു. എന്താ പറയുക, ഞാൻ ഇനി കൂടുതൽ വിഷയം ആവശ്യമില്ല. വളരെയധികം പ്രതീക്ഷയോടെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഉറപ്പായിട്ടും സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.